മാത്രമല്ല ഫ്ലെക്സ് ബോർഡിൻ്റെ മെറ്റീരിയലും എക്കോ ഫ്രണ്ട്ലി അല്ല എന്നും പറഞ്ഞു കേട്ടോ. യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാകും. ഈ വണ്ടി ഓടിച്ചു പോകുമ്പോഴൊക്കെ ചിലപ്പം നോക്കുക അങ്ങനെ. അവിടെ ഓൾറെഡി തിരക്കുണ്ടല്ലോ നടക്കാൻ, ഇനി ബ്രോഡ്വേയുടെ അവിടെ തിരക്കുള്ളതാണ്, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് കമ്പിയായിരുന്നു. ഞങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചയൊക്കെ എവിടെയൊക്കെ നടന്നു വന്നിട്ടുണ്ടെന്നറിയോ, എത്ര ദൂരത്തുനിന്ന്. അപ്പം അതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ഈ പാർട്ടിക്കാരോട് പറയും. മറയ്ക്കുന്നുണ്ട് ഫ്ലെക്സ് വെച്ചിട്ട്, നമുക്ക് പലതും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു നല്ല തീരുമാനമാണ്. ചിലവരിപ്പം ഫോണിലൊക്കെ നോക്കി നടക്കുമ്പോൾ ഇപ്പോൾ കാണാണ്ടൊന്നും ഇടിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ പ്രശ്നം ബുദ്ധിമുട്ടാണ്. വാഹനം ഓടിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്, നടക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണല്ലോ. പ്രകൃതിക്ക് നല്ലതല്ലോ ഫ്ലെക്സ് ബോർഡ്. അത് എങ്ങനെയാണെങ്കിലും മാറ്റണമെന്നുള്ളത്, അതായത് ഏത് പാർട്ടിക്കാരാണെങ്കിലും എന്താണെങ്കിലും ബോർഡ് മാറ്റുക എന്നുള്ള. നമസ്കാരം. സംസ്ഥാനത്തെ പാതയോരങ്ങളിലും ഫുട്പാത്തുകളിലും റോഡിൻ്റെ നടുക്ക് മീഡിയനിലുമൊക്കെ ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളുമൊക്കെ സ്ഥാപിക്കുന്നതിനെതിരെ ഹൈക്കോടതി രംഗത്തെത്തിയിരുന്നു. എത്രയും വേഗം തന്നെ ഇതെല്ലാം അഴിച്ചുമാറ്റി യാത്രക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യുവാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലുമൊക്കെ സെക്രട്ടറിമാർ ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മിക്കയിടങ്ങളിലും ഇതൊക്കെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. എങ്ങനെയാണ് ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശത്തെ എല്ലാവരും നോക്കിക്കാണുന്നത്? പരിശോധിക്കാം. അല്ല, ഇതുവരെ അങ്ങനെ ഫ്ലെക്സിലടിച്ച് മരിച്ച ഇതൊന്നും അത് മറ്റേ ന്യൂസ് ചാനലൊക്കെ ബാക്കടിച്ച് വീഴുന്നൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അല്ലാണ്ട് ഇതിൽ വന്നൊന്നും കണ്ടിട്ടൊന്നുമില്ല. വാർത്തകളൊന്നും കാണാറില്ല. ഇല്ല. തീരുമാനം എങ്ങനെയുണ്ട്? നല്ലതാണോ? കുഴപ്പമില്ലായിരിക്കും, നല്ലതായിരിക്കും. അതവിടെ കമ്പി നടക്കുന്ന സ്ഥലത്ത് അവർ കമ്പി പൊക്കത്തോട്ട് കെട്ടി. അപ്പം അവിടെ ഓൾറെഡി തിരക്കുണ്ടല്ലോ നടക്കാൻ, ഇനി ബ്രോഡ്വേയുടെ അവിടെ തിരക്കുള്ളതാണ്, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് കമ്പിയായിരുന്നു. അടുത്തിടയിൽ ഹൈക്കോടതി ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചു. റോഡരികിൽ ഫ്ലെക്സ് ബോർഡുകളൊന്നും സ്ഥാപിക്കരുത്, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അതുകൊണ്ട് ഇനി അത് വെക്കാൻ പാടില്ല, എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു. എങ്ങനെ നോക്കിക്കാണുന്നു ആ നിർദ്ദേശത്തെ? ഇപ്പോൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാകും. ഈ വണ്ടി ഓടിച്ചു പോകുമ്പോഴൊക്കെ ചിലപ്പം നോക്കുക അങ്ങനെ കിട്ടത്തില്ലാതെ വരും. ഒരു ഇതിൽ നോക്കുവാണെങ്കിൽ അതൊരു മോശമാണ്. പിന്നെ ഈ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയുന്നത് ചിലപ്പോൾ ഈ ഫ്ലെക്സ് ബോർഡിൽ കൂടെയൊക്കെ ആണല്ലോ. വഴിയുടെ നടുക്ക് വെക്കണമെന്നല്ല പറയുന്നത്, കുറച്ച് മാറ്റി വെക്കുന്നത് എന്തുകൊണ്ടും വെക്കരുത്, അത്രേ ഉള്ളൂ. അത് മാത്രമല്ല ഫ്ലെക്സ് ബോർഡിൻ്റെ മെറ്റീരിയലും എക്കോ ഫ്രണ്ട്ലി അല്ല എന്നും പറഞ്ഞു കേട്ടോ. അപ്പം അത് എൻവയോൺമെൻറ്റിന് പ്രശ്നം ഉണ്ടാക്കുന്നതാണെന്നും കേട്ടിട്ടുണ്ട്. അപ്പം എല്ലാം നോക്കി മൊത്തത്തിൽ എക്കണോമിക്കലിയും കൂടി നോക്കിയെല്ലാം ഓക്കെ, ബാക്കിയുള്ളവർക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ വെച്ച് നോക്കി. ഫുട്പാത്ത് കയ്യേറിയുള്ള ഈ കൊടിയൊക്കെ വെക്കുക, അതൊക്കെ അത് ഒരു പരിധിവരെ അതനുസരിച്ച് ബാക്കി പൊതുജനത്തിന് പ്രശ്നമില്ലാത്ത രീതിയിൽ വെക്കും, സിസ്റ്റമാറ്റിക്കലി നോക്കി വെക്കും. ഹൈക്കോടതിയുടെ നിർദ്ദേശം നല്ലതാണ്, ഒരു പരിധി വരെ നല്ലതാണ്. പിന്നെ ഈ വെക്കുന്നതുകൊണ്ട് അവർക്കൊരു നമ്മൾ അറിയുന്നതും ഇതിലൂടെയൊക്കെയാണല്ലോ, ഈ ഫ്ലെക്സ് ബോർഡിൽ കൂടെയാണല്ലോ. പക്ഷേ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ വെക്കേണ്ടതാണ് രീതി വെച്ചാൽ കുഴപ്പമില്ല. നല്ലതാണ്. ആക്സിഡന്റ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴേക്കും നല്ല മഴയുണ്ടായിരുന്നു. ഞങ്ങളുടെ മേത്ത് കുടയും പറന്ന് ഫ്ലെക്സൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ പറന്ന് വീടുണ്ടായിരുന്നു റോഡിലോട്ട്. അപ്പോൾ അതൊക്കെ പബ്ലിക്കിന് ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ഞങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരാണ്. നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ആ 5 മണി 4 മണി ടൈമിൽ ഈ പബ്ലിക്കിനെ വെച്ചിട്ട് ഈ പാർട്ടിക്കാരും അതുവരെയൊക്കെ ഇട്ട് ഫുൾ ബ്ലോക്ക് ആയിരിക്കും. അത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ആ വീട്ടിലെത്തുന്ന സമയത്ത് നമ്മൾ ഈ ബ്ലോക്കിൽ കിടന്ന് കുറേ നടക്കണ്ടേക്ക് വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് അവർക്ക് ഈ 10 to 3 PM ചെയ്യാൻ പറ്റണം, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയാം. അത് തന്നെ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ കുറേ വീട്ടമ്മമാരുണ്ട് ഇങ്ങനെ വീട്ടിലെത്താനായിട്ട് തിരക്ക് പിടിച്ചിട്ട് നടക്കണേ. ഞങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചയൊക്കെ എവിടെയൊക്കെ നടന്നു വന്നിട്ടുണ്ടെന്നറിയോ, എത്ര ദൂരത്തുനിന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ഈ പാർട്ടിക്കാരോട് പറയും. താങ്ക് യു. നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. റോഡരികിലെ ഫ്ലെക്സ് ബോർഡുകളും ഒന്ന് സ്ഥാപിക്കരുത്, കാൽനട യാത്രക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും, അതെടുത്ത് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു ആ നിർദ്ദേശത്തെ? അത് ശരിയാണ്, കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഫ്ലെക്സ് ബോർഡുകൾ മാറ്റുന്നത് തന്നെയാണ് നല്ലത്. നല്ല നിർദ്ദേശമായിട്ട് തോന്നുന്നു. അതെ അതെ, അപകട സാധ്യതയുണ്ട്. കാൽനടക്കാർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള തീരുമാനമായിട്ട് തോന്നുന്നു. അതെ അതെ, അപകടം കൂട്ടും, അപകട സാധ്യത കൂട്ടും അത്. അതെ അതെ, നല്ല തീരുമാനം. അത്യാവശ്യം. ബിക്കോസ് ഇത് ഇപ്പം ജസ്റ്റ് നമ്മുടെ റോഡിൻ്റെ സൈഡിൽ തന്നെ വെക്കണമെങ്കിൽ തന്നെ ഇപ്പോൾ അതോടെ ട്രാഫിക്
അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത് മാറ്റണം നല്ലതായിരിക്കും. ആ ചിലവരിപ്പം ഫോണിലൊക്കെ നോക്കി കിടക്കുമ്പോൾ ഇപ്പോൾ കാണാണ്ടൊന്നും ഇടിക്കാൻ ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം നല്ലതായിരിക്കും. ഇപ്പോൾ പുറത്തൊക്കെ പോകണമെങ്കിൽ അവിടെയും ഇത് കാണാറൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ മാത്രമൊക്കെയാണ് ഇങ്ങനെ ഫ്ലെക്സും അതും ഇതൊക്കെ കണ്ടിട്ടുള്ളത്. ആ അത്യാവശ്യം നല്ല തീരുമാനമാണ്. തീർച്ചയായിട്ടും നല്ല തീരുമാനമാണ്. അത് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കും പല രീതിയിലും. ഫ്ലെക്സ് ഈ പലതും മറയ്ക്കുന്നുമുണ്ട്. ഫ്ലെക്സ് വെച്ചിട്ട് നമുക്ക് പലതും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു നല്ല തീരുമാനമാണ്. അതിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ നടക്കുമ്പോഴൊക്കെ അത് തട്ടിയൊക്കെ അപകടം ഉണ്ടാകും. തീർച്ചയായിട്ടും തല തട്ടാം, പലയിടത്തും ബോഡിയിൽ പല ഭാഗത്തും തട്ടാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് അത് നിരോധിച്ചു കഴിഞ്ഞോ അറിയില്ല. നല്ല കാര്യം, നടക്കട്ടെ. ശരി, തീർച്ചയായിട്ടും. സംശയം എന്താ? ഒരു ഇത് പറഞ്ഞാൽ കറക്റ്റാണ്. ചില സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ എല്ലാ സ്ഥലങ്ങളിലും ഇല്ല താനും. അതന്നെ പറഞ്ഞു. കാരണം വെച്ചാൽ ചില കാര്യങ്ങളിൽ നല്ലതായിട്ട് നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ചില സ്ഥലങ്ങളിൽ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്, യാത്രക്കാർക്കും വഴിയാത്രക്കാർക്ക് വരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില ഏരിയകളുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ നീക്കം ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. എല്ലാവരും മാറ്റാൻ പറ്റും, അവർക്കും ജീവിക്കണ്ടേ. അപ്പോൾ അവർ അഡ്വർടൈസ്മെൻറ്റ് ഇതിന് വേണ്ടിയിട്ടാണല്ലോ ഇത് വെക്കണേ. പിന്നെ അവരെവിടെ കൊണ്ടേ വെക്കും അല്ലേ? അവർക്കും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും നല്ല കാര്യമാണ്. കാരണം ഫ്ലെക്സോട് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ടൂ വീലർക്കാരുടെ യാത്രക്കാരുടെ ശ്രദ്ധ അതിലേക്ക് തിരിയും, അപകട സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കോടതിന് പറഞ്ഞത് അത് നല്ലൊരു കാര്യമാണ്. ഞാനത് അഭിനന്ദിക്കുന്നു. കൂടുതലും രാഷ്ട്രീയക്കാരാണ് ഇതെല്ലാം വെക്കുന്നത് അല്ലേ? രാഷ്ട്രീയക്കാർ മാത്രമല്ല, അല്ലാതെ സാമുദായിക സംഘടനകൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ എല്ലാവരും വെക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരെ മാത്രം കൂടുതലവരാണെന്നാലും അവർ മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു എടുത്തു കളയുന്ന ഒരു നല്ലൊരു കാര്യമായിട്ട്. അതെ, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഫ്ലെക്സ് ബോർഡുകൾ റോഡരികിൽ വെക്കാൻ പാടില്ല, അങ്ങനെ വെച്ചിട്ടുള്ളത് മാറ്റണം, കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ വെക്കാൻ പാടില്ല. എങ്ങനെ നോക്കിക്കാണുന്നു ആ ഒരു നിർദ്ദേശത്തെ? ഫ്ലെക്സ് ബോർഡ് വെക്കരുത്. ചില ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ട് ആൾക്കാർക്ക് പ്രയോജനമുണ്ട്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങൾ ഈ ഫ്ലെക്സ് ബോർഡ് വെക്കുന്നുണ്ടെങ്കിൽ അതുവഴി നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ആളുകൾക്ക് വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റണമെന്നുള്ള അഭിപ്രായക്കാരാണ്. ഇതിപ്പോൾ ഒരു കാൽനട യാത്രയുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇത്തരം ചെറിയ വഴികളിലൂടെ ആ ഒരു ഇത് ചിലപ്പോൾ ഷോപ്പുകാർക്ക് ഇതായിരിക്കും വെക്കുന്നത്. ഷോപ്പുകാർക്ക് കാണാൻ വേണ്ടി അവർ അഡ്വർടൈസ്മെൻറ്റായിരിക്കും വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വച്ച് കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എടുത്ത് മാറ്റണം, സ്വാഭാവികം. നല്ല തീരുമാനമാണ്. നല്ല നടപടിയല്ല അതിപ്പോൾ അങ്ങനെ വെക്കണുണ്ട്. ഇപ്പോൾ ആരും ഒന്നും പറയാനില്ല അതിനെപ്പറ്റിയൊന്നും. അപ്പം എന്ത് പറയാൻ, മാറ്റണം എന്നുള്ളത്. നടക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. വഴിയിലൊക്കെ സാധനങ്ങളൊക്കെ വെച്ച് നടക്കാൻ എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ്. വളരെ നല്ലതാണ്. കാരണം ഡ്രൈവ് ചെയ്യുന്ന ഒരാൾക്കാരെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ വരെ ഫ്ലെക്സ് ബോർഡുകൾ പലപ്പോഴും വിഷൻ ബ്ലോക്ക് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല തീരുമാനമായിട്ട് തോന്നാറുണ്ട്. പിന്നെ പലപ്പോഴും ഇലക്ഷൻ കഴിഞ്ഞാൽ പോലും അടുത്ത ഇലക്ഷൻ വരെ ഈ ബോർഡുകൾ അവിടെ ഇരിക്കുന്നത് കാണാറുണ്ട്. സോ അത് നല്ല തീരുമാനമായിട്ടാണ് തോന്നുന്നത്. ബുദ്ധിമുട്ടാണ്. വാഹനം ഓടിക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്, നടക്കുന്നവർക്കും ബുദ്ധിമുട്ടാണല്ലോ. പ്രകൃതിക്ക് നല്ലതല്ലോ. അയ്യോ, എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ചെയ്തോട്ടെ. നല്ല തീരുമാനമാണ്. ഫ്ലെക്സ് ബോർഡുകൾ ഇങ്ങനെ കാലാവസ്ഥയുടെ ഇതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, മറിഞ്ഞു വീഴലും. നല്ല തീരുമാനമാണ്. തീർച്ചയായും നല്ലത് തന്നെയാണ്. എന്തായാലും വണ്ടിക്ക് പോകുന്ന ആളുകൾ ചിലപ്പോൾ കാഴ്ച മറിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അപ്പം അതിൽ എന്തായാലും നല്ലൊരു തീരുമാനം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും നടപ്പിലാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കി എന്താണെന്ന് എനിക്കറിയില്ല. നല്ല തീരുമാനം, മാറ്റണമല്ലോ. കാര്യം ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് ആ കാര്യം. ഈ ഫ്ലെക്സ് ഇങ്ങനെ ചരിഞ്ഞ് ഇപ്പോൾ വെക്കുമ്പോഴുണ്ടല്ലോ, മര്യാദക്ക് വെച്ചിട്ട് ചരിഞ്ഞ് നിൽക്കുമ്പോൾ വണ്ടികളും ആളുകൾക്കും എല്ലാത്തിനും, അതായത് നമ്മുടെ തല വരെ അതിനകത്ത് മുട്ടാറുണ്ട്, ഉറപ്പാണ് ആ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഫ്ലെക്സ് ബോർഡ് അത് എങ്ങനെയാണെങ്കിലും മാറ്റണമെന്നുള്ളത്, അതായത് ഏത് പാർട്ടിക്കാരാണെങ്കിലും ശരി എന്താണെങ്കിലും ശരി ബോർഡ് മാറ്റുക എന്നുള്ളത് അത് നല്ലൊരു തീരുമാനമാണ്. എന്തായാലും ഹൈക്കോടതിയുടെ ഈ ഒരു നിർദ്ദേശത്തെ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇത് വളരെ നല്ല ഒരു തീരുമാനമാണ് എന്നാണ് പറയുന്നത്. പലർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇതുകൊണ്ട് ഉണ്ടാവാറുണ്ട്. നടന്നു പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ വാഹനം ഓടിക്കുമ്പോഴാണെങ്കിലും ഇത് കാഴ്ചയെ മറയ്ക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഈ പ്രതികരണം നടത്തിയ ഒരു യുവതി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ കൊടിതോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും മാറ്റുക മാത്രമല്ല, ഈ രാഷ്ട്രീയക്കാരുടെ ഈ റോഡിൽ വെച്ച് നടത്തുന്ന പ്രോഗ്രാമുകളൊക്കെ മാറ്റി വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറ്റണം.
കാരണം ഓഫീസുകളിൽ നിന്നും അവർ ഇറങ്ങിയിട്ട് വീട്ടിലെത്താൻ ഒരുപാട് താമസമെടുക്കുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്തായാലും പല രീതിയിലുള്ള പ്രതികരണമായിരുന്നു. എല്ലാവരും പറയുന്നത് ഈ ഒരു തീരുമാനം ഏറ്റവും മികച്ചതാണ് എന്നാണ്. കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.